ചാലക്കുടി ഭാഗത്തു നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ബസ് KSRTC സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനിടയിൽ അപകടങ്ങളിൽപ്പെട്ട് പൊലിഞ്ഞത് 40ഓളം ജീവനുകളാണ്. പ്രശ്നപരിഹാരത്തിനായി ഉയർന്ന മുറവിളികൾക്ക് പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെങ്കിലും ഒരു പരിഹാരവുമാവുന്നില്ല. പുതുക്കാട് സ്റ്റാൻഡിൽ ഞങ്ങൾ കണ്ട കാഴ്ച. അളഗപ്പ, പുതുക്കാട് എന്നീ 2 KSRTC ബസ് സ്റ്റാൻഡുകൾ നിർത്തലാക്കി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ 2010-ൽ ദേശീയപാതയോട് ചേർന്ന് പുതുക്കാട് ബസ് സ്റ്റാൻഡ് പണി തീർത്തു. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു സ്റ്റാൻഡ്. പിന്നീടാണ് ദുരന്തങ്ങൾക്ക് തുടക്കമാവുന്നത്. തെക്ക് ഭാഗത്തു നിന്നും വരുന്ന KSRTC ബസ്സുകൾ നിയന്ത്രണമില്ലാതെ വീശിയൊടിച്ച് കിഴക്ക് ഭാഗത്തുള്ള സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ അപകടങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ നിരവധി മരണങ്ങളുണ്ടായി. അനവധി പേർ ഗുരുതരമായ പരിക്കുകളോടെ കിടപ്പ് രോഗികളായി. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് സിഗ്നൽ സിസ്റ്റം കൂടെ ഇല്ലാത്തത് കാരണം അതുമായി കൂട്ടിയിടിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 30-ലധികം പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് കിടപ്പ് രോഗികളായി മാറുന്ന രീതിയിലേക്കുള്ള ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയാതെ ഇപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തെക്ക് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നിർത്താൻ പടിഞ്ഞാറ് ഭാഗത്ത് ബസ് ബേ നിർമ്മിക്കണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് വെച്ചെങ്കിലും നടപ്പിലായിട്ടില്ല. അങ്ങനെ നിരന്തരമായി ഇവിടെ ഒരു ബസ് ബേ നിർമ്മിച്ച് തൃശ്ശൂർ പോണ ബസ്സുകൾ ഇവിടെ നിർത്തി യാത്രക്കാരെ കൊണ്ടുപോകുന്ന രീതി വേണമെന്ന് അന്നത്തെ കഴിഞ്ഞ MP ML അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള കമ്മിറ്റി തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് ഇനി ഉണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ വൈകിട്ട് 6 മണിക്ക് ശേഷം സ്റ്റാൻഡിൽ കയറാതെ KSRTC ബസ്സുകൾ പോകുന്നെന്ന പരാതിയും നിലവിലുണ്ട്. നമുക്ക് ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ അപാകത കൃത്യമായിട്ടുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്തും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള ബസ് സ്റ്റാൻഡാണ് പുതുക്കാട്. ദേശീയപാതയിൽ KSRTC കൈവശം 2 ഏക്കറിൽ താഴെ ഭൂമിയുമുണ്ട്. എന്നാൽ വികസനം നടക്കുന്നില്ലെന്ന് മാത്രമല്ല ദുരന്തഭൂമിയായി മാറുകയാണ് KSRTCയും പരിസരവും. റിപ്പോർട്ടർ, തൃശ്ശൂർ.